ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ധ്രുവിക ധ്രുവിൻ കുട്ടീസ്. മറ്റൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 4 ശർക്കര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴവും കൂടിയുണ്ട്, ചെറിയ പഴമാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ തന്നെ പഴുപ്പിച്ച പഴമാണ്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, പഴുപ്പിൻ്റെ കുറവുണ്ട്, അതായത് വലിയ പഴുപ്പായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടയ്ക്ക് മുറിച്ചൊക്കെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ എളുപ്പത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് പഴം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പഴം എടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏത് തരം പഴം വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് റോബസ്റ്റ് ആണെങ്കിൽ റോബസ്റ്റ് എടുക്കാം. ഞാനിവിടെ ചെറുപഴം ഉള്ളതുകൊണ്ട് ഞാൻ ചെറുപഴം എടുത്തേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടി തൊലി കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരി പോലും പാടില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ ബാക്കി ഞാൻ പൊടിക്ക് ആവശ്യമായിട്ട് എടുത്തത് ഞാൻ ഈ ആട്ടപ്പൊടിയാണ്, അതായത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൈദയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആവശ്യത്തിന് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പൊടിയെടുക്കുക. നമ്മൾ പഴവും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ വെല്ലമൊക്കെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ പൊടിയെടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ പൊടിയെടുത്ത് അതിൽ കുറച്ച് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ആദ്യം പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടിയിൽ നല്ലോണം ഉപ്പെല്ലാം ഇട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അരച്ചെടുത്ത പഴം ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇത് കുറച്ചൊരു കട്ടിയായിട്ടുണ്ട്. അതായത് പഴുക്കാത്ത പഴമായതുകൊണ്ടാണ് ചെറിയൊരു കട്ടി പോലെ തോന്നുന്നത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ഇതുപോലെ ഉണ്ടാവില്ല. പിന്നെ നല്ല പഴമൊക്കെ ഇട്ടത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ശർക്കരപ്പാനി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇളം ചൂടോടെ തന്നെ, വലിയ ചൂട് തണിഞ്ഞിട്ടുമല്ല, എന്നാൽ വല്ലാണ്ട് തിളച്ച പാടുമല്ല, അപ്പോൾ ഒരു ഇളം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ലേശമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ശർക്കരപ്പാനി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാലും മതി. അപ്പോൾ ഞാനിതാ ഇവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് ഏകദേശം ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണിൽ നമ്മൾ എടുത്തിട്ട് ഇതാക്കുമ്പോൾ നമ്മൾ ഈ ഒരു പരുവുണ്ടല്ലോ, വലിയ കട്ടിയുമില്ല എന്നാൽ വല്ലാണ്ട് ലൂസും ആയിട്ടില്ല. നമുക്ക് കൈ കൊണ്ട് നുള്ളി എടുത്ത് എണ്ണയിലേക്ക് ഇടാനുള്ളൊരു പാകത്തിനായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായി വരാൻ വേണ്ടിയിട്ട്, തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിലെല്ലാം നല്ല ചൂടായിട്ട് വരുമ്പോൾ വേണം നമുക്ക് ഈ മാവ് കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അധികം വലിയ കട്ടിയിലല്ല, ഒരു ചെറിയൊരു നുള്ള് നമ്മൾ എടുക്കുന്നതിൻ്റെ നമ്മളുടെ വിരലിൽ അല്ലെ കയ്യിൽ കൊള്ളാവുന്ന ഒരു കുഞ്ഞി നുള്ള് എടുത്തിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ. അത് എണ്ണ നല്ല ചൂടായിരിക്കണം, നല്ല എണ്ണ ചൂടായി എന്നാലേ അത് നല്ലോണം പൊന്തി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ പഴം ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിതാ കുറച്ചധികം ബോൾസാക്കി എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് കുറച്ച് എണ്ണയിൽ കിടന്ന് കുറച്ചൊന്ന് ഇതായതിനു ശേഷം ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയിലിട്ട് നല്ല തിരിച്ചു മറിച്ചിട്ടൊരു ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുക്കണം. നമുക്ക് ഒരു മാറ്റിയിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഇതിൽ നല്ല എണ്ണയെല്ലാം കളഞ്ഞ്
നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സാണിത്. ഇതിനധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. കയ്യിൽ ഇത്ര അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. കുറച്ച് വെല്ലവും പഴവും ആട്ടപ്പൊടി മാത്രം മതി. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത്. കാണാൻ ഏകദേശം ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റും ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഉള്ളിലൊക്കെ കണ്ടോ എന്ത് സോഫ്റ്റാണെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്